ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ ഈ നാളുകളിൽ ദൈവവചനം ധ്യാനിക്കുവാനായി ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തു തൻ്റെ വചന ശുശ്രൂഷയിൽ ഉപമകളിലൂടെ അനേകം ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഉപമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. വിതയ്ക്കുന്നവൻ്റെ ഉപമ. 26-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സമാനമാണ്. വിതയ്ക്കുന്നവൻ തൻ്റെ സ്വന്തം നിലത്തിൽ യാതൊരു വേർതിരിവും കൂടാതെ വിതയ്ക്കുന്നത് പോലെ ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം സകല മനുഷ്യർക്കും വേർതിരിവ് കൂടാതെ ലഭിക്കുന്നു. വിതയ്ക്കുന്നവൻ യേശു ക്രിസ്തു ആണെന്നും വിത്ത് ദൈവവചനമാണെന്നും നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. യേശു ക്രിസ്തു ദൈവവചനം മനുഷ്യരിൽ വിതയ്ക്കുമ്പോൾ വിതയ്ക്കപ്പെട്ട ദൈവവചനത്തോടുള്ള മനുഷ്യരുടെ സമീപനമാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സ്പഷ്ടമാകുന്നത്. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായക കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. ഈ ഭാഗത്തിന്റെ വ്യാഖ്യാനം യേശു ക്രിസ്തു 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ തരുന്നു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അതിനെ തിന്നുകളഞ്ഞു. കേട്ട ഉടനെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സാത്താൻ വചനം എടുത്തു കളയുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ വചനം കേൾക്കാത്തവരെയും വചനത്തോട് ഒരു താല്പര്യവുമില്ലാതെയും കഠിന ഹൃദയത്തോടെ വചനം കേൾക്കുന്നവരുമാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. 5-ാം വാക്യം. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയിലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. ചിലർ ബാഹ്യമായ ആചാരങ്ങളാൽ ദൈവത്തെ ആരാധിക്കുവാൻ ശ്രമിക്കും. അവർ പള്ളിയിൽ പോകും, പ്രാർത്ഥനയ്ക്ക് പോകും, കുർബാന കൊള്ളും. പക്ഷേ അവരുടെ ഉള്ളിൽ ദൈവവുമായി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ളവർ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളും. പക്ഷേ അവർ ഉള്ളിൽ വേരില്ലാത്തത് കൊണ്ട് വചനം നിമിത്തം പീഡയോ ഉപദ്രവമോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകും. 7-ാം വാക്യം. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മുള്ളിനിടയിൽ വീണ വിത്തിനെ മുള്ള് ഞെരുക്കിക്കളയുന്നത് പോലെ വചനം കേട്ടിട്ട് ലൗകിക ചിന്തകളും മോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ നിഷ്ഫലമാക്കി തീർക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. 8-ാം വാക്യം. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടത് വചനം കേൾക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വചനത്തിൽ വേരൊന്ന് ജീവിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. വലിയ നോമ്പിൻ്റെ ഈ നാളുകളിൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വിതച്ച വചനത്തിൽ വേരൂന്നിയവരായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.